കേരളത്തിന് അഭിമാനമായ മലയാളി. ഓസ്ട്രേലിയയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ മൗണ്ട് കൊസിയോസ്കോയുടെ മുകളിൽ കസവ് മുണ്ടെടുത്ത് ഇന്ത്യൻ പതാക കയ്യിലേന്തിയവൻ. 7 ഭൂഖണ്ഡങ്ങളിലെ ഏറ്റവും ഉയർന്ന 7 കൊടുമുടികൾ കീഴടക്കിയ ആദ്യ മലയാളി എന്ന നേട്ടത്തിനുടമ. കേരളത്തിന് അഭിമാനമായ പത്തനംതിട്ട ജില്ലയിലെ പന്തളം സ്വദേശി ഷെയ്ഖ് ഹസൻ ഖാൻ. 2024 നവംബർ 10 കൊസിയോസ്കോ കീഴടക്കിയതോടെയാണ് ഷെയ്ഖ് ഹസന് ഈ നേട്ടം സ്വന്തമായത്. പൂഴിക്കാട് കൂട്ടംവെട്ടിയിൽ അലി അഹമ്മദിന്റെയും ഷാഹിദയുടെയും മകനാണ് ഈ 37കാരൻ. ഇപ്പോൾ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലെയും ഉയരം കൂടിയ കൊടുമുടി കയറാൻ തയ്യാറെടുക്കുകയാണ് ഹസൻ. ശ്വാസകോശത്തിൽ അണുബാധയേറ്റ് ജീവൻ നഷ്ടമാവും എന്ന അവസ്ഥയിൽ നിന്നാണ് 2022 മനോധൈര്യം വീണ്ടെടുത്ത് അദ്ദേഹം എവറസ്റ്റ് കീഴടക്കുന്നത്. 45 ലക്ഷം രൂപയോളം കടം വാങ്ങിയായിരുന്നു അന്ന് യാത്ര ചെയ്തത്. ഇതിനു പുറമെ ആഫ്രിക്കയിൽ കിളിമഞ്ചാരോ, വടക്കൻ അമേരിക്കയിൽ മൗണ്ട് ദനാലി, യൂറോപ്പിൽ മൗണ്ട് എൽബ്രൂസ്, അന്റാർട്ടിക്കയിൽ മൗണ്ട് വിൻസൺ, തെക്കേ അമേരിക്കയിൽ അക്വിൻക്വാഗ, ലോകത്തിലെ ഉയരം കൂടിയ അഗ്നിപർവ്വതമായ ചിലിയിലെ ഓഹോസ് ഡെൽ സലാദോ എന്നിവയും അദ്ദേഹം കീഴടക്കി. 4 വർഷമാണ് ഇതിനായി അദ്ദേഹം മാറ്റിവെച്ചത്. കോളേജിൽ എഞ്ചിനീയറിംഗ് പഠനശേഷം PSC പരീക്ഷ എഴുതി സെക്രട്ടേറിയറ്റിലെ ധനകാര്യ വകുപ്പിൽ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസറായി ജോലിയിൽ പ്രവേശിച്ചു. 2015 ഡെപ്യൂട്ടേഷനെ തുടർന്ന് ഡൽഹിയിലെ കേരള ഹൗസിൽ പോവേണ്ടതായി വന്നു. ഇതോടെയാണ് ഹസന്റെ ജീവിതം മാറി മറിഞ്ഞത്. ഡാർജിലിംഗ് യാത്രക്കിടെ പ്രതിരോധ വകുപ്പിന് കീഴിലുള്ള ഹിമാലയൻ മൗണ്ടനിയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് കാണാനിടയായി. അവിടെയും ഉത്തരാകാശിയിലെയും ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെ കോഴ്സിന് ശേഷം കഠിന പരിശീലനം. 2022 ഇന്ത്യയുടെ 75ാം സ്വാതന്ത്ര്യദിനാഘോഷ സമയത്ത് എവറസ്റ്റിന് മുകളിൽ ദേശീയ പതാക ഉയർത്തണമെന്ന ലക്ഷ്യത്തോടെ ഏപ്രിലിൽ 30 അടി നീളവും 20 അടി വീതിയുമുള്ള പതാകയുമായി കൊടുമുടി കയറി തുടങ്ങി. 60 ദിവസമായിരുന്നു ദൗത്യമെങ്കിലും രോഗം ബാധിച്ച് ബേസ് ക്യാമ്പിലേക്ക് മടങ്ങേണ്ടി വന്നു. എന്നാൽ തളരാത്ത ആത്മവിശ്വാസത്തിൽ വീണ്ടും മല കയറി. ഇടയ്ക്ക് വെച്ച് ഓക്സിജൻ തീർന്നു. വീണ്ടും മരണം മുന്നിൽ കണ്ട സാഹചര്യം. എന്നാൽ ദൈവാനുഗ്രഹം എന്നോണം ഒപ്പമുണ്ടായിരുന്നയാൾ സഹായിച്ചു. കയറുന്നതിനിടെ വീഴുകയും പരിക്കേൽക്കുകയും ചെയ്തു. ശാരീരികമായും മാനസികമായും തളർന്നെങ്കിലും അദ്ദേഹം തന്റെ ലക്ഷ്യം പൂർത്തിയാക്കി. 2023 ജൂണിലാണ് അപകടമേറിയ ഒരുപാട് ഗർത്തങ്ങളുള്ള മൗണ്ട് ദനാലി ഷെയ്ഖ് ഹസൻ കയറുന്നത്. അതായിരുന്നു ഏറ്റവും കഠിനമെന്നും അദ്ദേഹം പറയുന്നു. ഒട്ടേറെ ദുരിതങ്ങൾ താണ്ടി എവറസ്റ്റ് കീഴടക്കിയ ഹസൻ നാടിനെന്നും അഭിമാനമാണ്.